പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലിയ ആളുകളും പണ്ഡിതന്മാരും ചെയ്യുന്നത് നോക്കി സാധാരണക്കാർ ചെയ്യാൻ നിൽക്കണ്ട. സാധാരണക്കാർ ചെയ്യുമ്പോഴും മറ്റുള്ളവർ ചെയ്യുമ്പോഴും വ്യത്യാസം ഉണ്ടാവും. കാരണം നമ്മുടെ ഉസ്താദുമാര് തന്നെ പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാർക്ക് അതിന്റെ മസല അറിയാമായിരിക്കാം, നമ്മളൊക്കെ സാധാരണക്കാരാ. അങ്ങനെ ഫാത്തിമ ബീവിയോട് ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ, അമല് ചെയ്ത ഫാത്തിമ, എന്റെ വാപ്പ നബിയാണെന്ന് പറഞ്ഞ് നാളെ രക്ഷപ്പെടാൻ കഴിയൂലട്ടോ. മുത്ത് നബി ആരോട് പറയാ? ഹബീബിന്റെ കരളിന്റെ കഷ്ണത്തോട്. 21ാം നൂറ്റാണ്ടിലൊക്കെ ജീവിക്കുന്ന നമ്മൾ, അത് അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ തന്നെയും, ഞാൻ ഹബീബിന്റെ പരമ്പരയിലാണ്, എന്റെ കാര്യം രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ്. പറയാൻ പാടില്ല. രക്ഷപ്പെടണം, പെടട്ടെ, അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ എന്നല്ലാതെ ഞാൻ സ്വർഗത്തേക്ക് ഉറപ്പാണ്, എന്റെ കൂടെ പോരി, ഞാൻ കൊണ്ടുപോകാം, ഇതൊന്നും ഒരാൾക്കും പറയാൻ പാടില്ല. ഇൽമ്, ദീൻ, ശരീഅത്ത് പഠിക്കണം, എന്നിട്ട് ത്വരീഖത്തൊക്കെ ഉള്ളൂ. ശരീഅത്ത് പഠിക്കാതെ ഹഖീഖത്തും ത്വരീഖത്തും ഇല്ല. ശരീഅത്ത് വേണം, അതാണ് അതിന്റെ മദാർ. ഈ ശരീഅത്ത് പഠിക്കാതെ എന്തൊക്കെ ആരൊക്കെയോ വിളിച്ചു പറയുന്നു, അതൊക്കെ കേട്ടിരുന്നിട്ട് പിന്നെ അങ്ങോട്ട് ഹാലളകാണ്. ശരീഅത്ത് എന്താണ്, ഫിഖ്ഹ് എന്താണ്, ഹദീസ് എന്താണ്, ഇതിനൊന്നും പുല്ല്